സമ്മതിച്ചാ മതി. ഞങ്ങളെ കേറ്റണേ പ്ലീസ്. എല്ലാവരെയും ഞാൻ കേറാൻ സമ്മതിക്കൂ. ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് ഓടുന്നത് നിൽക്കുന്നത് നോക്കാൻ. ഞാൻ ആദ്യമായിട്ട് കാണുവാ ഇത്. നമുക്ക് സ്പീഡിൽ നന്നായിട്ട് ഓടിക്കാൻ അറിയാലോ. അതുപോലെ വീഴാതെ നമ്മളും ഓടിക്കണല്ലേ. നോക്ക് എന്ത് രസമാ. അതെ അതെ അൻസി, പേടിയാ. വീണ് കഴിഞ്ഞാൽ വല്ലതുമൊക്കെ പറ്റും. എന്ത് പഠിച്ചവനെ, ഇനിയും വീണ് കഴിഞ്ഞാൽ വെല്ലുവിളിച്ചെന്നെ തല്ലിക്കൊല്ലും. അത് ഉറപ്പാ. അതിനെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, അങ്ങ് പോയാ പോയത് തന്നെയാ. വീടവിടെ കിടക്കേണ്ടി വരും അല്ലേടി. അതെ അതെ, ശ്രദ്ധിച്ചിട്ടേ കേറാൻ നോക്കൂ. എന്ത് രസാ സാറാ. നോക്ക്. ഹായ് നോക്ക്, എനിക്ക് കുറെയൊക്കെ അറിയാല്ലേ. വിഴാതെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. നോക്ക്, ഇതുപോലെ വിഴാതെ ഇങ്ങനെ സ്പീഡ് ചെയ്താൽ മതിട്ടോ. എന്നാ പിന്നെ ഒരു പേരും പേടിക്കാനില്ല. വീണ് കഴിഞ്ഞാലേ വല്യമ്മച്ചിനോട് നല്ല മുട്ട വഴക്ക് കിട്ടും. നോക്കി ചെബി, എത്ര നേരമായില്ലേ. അൻസി തന്നെ കളിക്കുന്നു, നമ്മളെയൊന്നും വിളിക്കുന്നു പോലുമില്ല. അറിയാത്തവർ കളിച്ചാലേ പെട്ടെന്ന് മറിഞ്ഞടിച്ച് വീഴും. നിങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ എന്നെയല്ലേ പറയാ. എനിക്കിത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അറിയാത്തവരൊന്നും ചെയ്യണ്ട. നോക്ക് അവള് നമുക്ക് തരില്ലെന്നാ തോന്നുന്നേ. നിങ്ങൾ ഇതിമെന്നെ വീണ് കഴിഞ്ഞാൽ അൻസി കൊണ്ടുവന്ന സ്കൂപ്പ് എന്നാ പറയാ. അതുകൊണ്ട് എനിക്ക് പേടിയാ. ഞാൻ മാത്രം ചെയ്താ മതി. നിങ്ങളൊക്കെ വീണ് പോയാലേ വല്ലതും പറ്റിയാ പിന്നെ എനിക്ക് പേടിയാ. ഇത് ചെയ്യുമ്പോ രസം കിട്ടണമെങ്കിൽ ഇതുപോലെ സ്പീഡ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ സ്പീഡിലൊക്കെ ചെയ്ത് വീണ് പോയാലോ. അതുകൊണ്ടാണ് സാറാ ജുബി ഒന്ന് വിചാരിക്കല്ലേ ട്ടോ. വീണ് കഴിഞ്ഞാല് എനിക്ക് പേടിയാ. നോക്ക് ഇവളിത് തരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മെല്ലെ പോയാലോ. എന്തിനാ വെറുതെ ഇവിടെ ഇരിക്കുന്നേ? നമുക്ക് പോയാലോ. ലല്ലല്ലല്ലം ലല്ലല്ലല്ലം ആഹാഹാഹാ ലല്ലല്ലല്ലം ലല്ലല്ലല്ലം ആഹാഹാഹാ. അൻസി നീ ഇങ്ങനെ പാട്ട് പാടി അടിപൊളിയായി കളിച്ചട്ടോ. ഞങ്ങളെ പോവാണേ. പോവല്ലേ സാറാ ജുബി, പോവല്ലേ. ഞാൻ ഒറ്റക്കായ, എനിക്ക് പേടിയാവും. ഞാൻ നിങ്ങൾക്ക് തരാം. വാ ഞാൻ പോവല്ലേ പ്ലീസ്. ഞാൻ ഒറ്റക്കായി, അവർക്കത് കൊടുത്താ മതിയായിരുന്നു. ഈ പെണ്ണ് എവിടെ പോയി കളിക്കാൻ? പശുക്കളൊക്കെ അമറാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇവളിത് എവിടെ പോയി മോളെ, ഇതാണ് ഇവിടത്തെ